നമസ്കാരം. ഇന്ന് 2024 മെയ് 18 ശനി. ദേശാഭിമാനി മുഖപ്രസംഗം. അവതരണം രമ്യ മനോജ്. മോദിയുടെ ഇഡിക്ക് കോടതിയുടെ പൂട്ട്. ഏവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ സംസാരിച്ചു കഴിഞ്ഞ ശേഷമുള്ള സ്വാതന്ത്ര്യം ഉറപ്പു നൽകാൻ സാധിക്കില്ലെന്ന ആഫ്രിക്കൻ പ്രയോഗം ഏകാധിപതികളുടെ കീഴിലുള്ള ഭരണങ്ങളുടെയെല്ലാം പൊതുപ്രകൃതമാണ്. ഒരു ദശാബ്ദത്തെ നരേന്ദ്രമോദി മന്ത്രിസഭ പ്രതിഷേധിക്കുന്ന നാവുകൾ നിശബ്ദമാക്കാൻ ഗൂഢപദ്ധതികൾ നടപ്പാക്കിയതിനു പുറമെ കള്ളക്കേസുകളിൽപ്പെടുത്തി പല പ്രതിഭകളെയും ചിന്തകരെയും എഴുത്തുകാരെയും ആക്ടിവിസ്റ്റുകളെയും അഴികൾക്കുള്ളിലാക്കി. സ്റ്റാൻ സ്വാമിയുടെ ജീവൻ നഷ്ടമായപ്പോൾ ചിലരുടെ ആരോഗ്യം ഏറെ വഷളായി മരണം വെളിപ്പാടകലെയാണ്. കോടതികൾ, പ്രത്യേകിച്ച് പരമോന്നത നീതിപീഠം നടത്തിയ ഇടപെടലുകളാണ് വിലപ്പെട്ട വ്യക്തിത്വങ്ങളെ ഇപ്പോഴും നമുക്കൊപ്പം ബാക്കിയാക്കിയത്. ന്യൂസ് ക്ലിക്ക് പോർട്ടൽ സ്ഥാപകൻ പ്രബീർ പുർക്കായസ്തയെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത ഡൽഹി പോലീസ് നടപടി സുപ്രീം കോടതി വലിച്ചെറിഞ്ഞത് എതിർപ്പുകളെ ഭീഷണികളിൽ അടിച്ചമർത്തുന്ന കേന്ദ്ര സർക്കാരിനേറ്റ കനത്ത പ്രഹരമായിരുന്നു. ഏതു പശ്ചാത്തലത്തിലാണ് അറസ്റ്റെന്ന് രേഖാമൂലം നൽകാതെയായിരുന്നു സ്പെഷ്യൽ സെല്ലിന്റെ നീക്കമെന്ന കോടതി വിലയിരുത്തി. റിമാൻഡ് അപേക്ഷയുടെ കോപ്പി പോലും അനുവദിച്ചില്ല. നിയമം മറികടക്കാൻ ഗൂഢമായി മജിസ്ട്രേറ്റിന് മുന്നിൽ എത്തിച്ചാണ് റിമാൻഡ് ചെയ്യിച്ചത്. അറസ്റ്റിലായ ആൾക്ക് താല്പര്യമുള്ള വക്കീലിന്റെ സഹായത്താൽ അതിനെ എതിർക്കാനുള്ള നിയമാവകാശം നിഷേധിച്ചു. നടപടികൾ പാലിക്കാതെയുള്ള അറസ്റ്റും റിമാൻഡും നിയമവിരുദ്ധമാണെന്നും ഉടൻ വിട്ടയക്കാൻ നിർദ്ദേശിക്കുകയാണെന്നും സുപ്രീം കോടതി ബെഞ്ച് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് വേളയിൽ ഓൾ ഇന്ത്യ റേഡിയോയിലും ദൂരദർശനിലും പ്രക്ഷേപണം നടത്തിയ പ്രസംഗങ്ങളിൽ നിന്ന് വർഗീയ സ്വേച്ഛാധിപത്യ ഭരണം, ഭരണപാപ്പരത്വം, ക്രൂര നിയമങ്ങൾ, മുസ്ലിങ്ങൾ എന്നിവ ഉപേക്ഷിക്കാൻ CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയോടും മറ്റും ആവശ്യപ്പെട്ടത് മേൽപ്പറഞ്ഞ രീതികളുടെ അനുബന്ധമാണ്. അമിത അധികാര പ്രവണതകൾക്കും ജനവിരുദ്ധ നയങ്ങൾക്കുമെതിരെ ഒത്തുതീർപ്പില്ലാതെ പൊരുതുന്ന പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കളെ നിരന്തരം വേട്ടയാടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഇടംവലം നോക്കാതെ അണിനിരത്തുകയാണ് മോദിയും സംവിധാനങ്ങളും. എന്നാൽ അറസ്റ്റ് ചെയ്യാനുള്ള ഇഡിയുടെ അധികാരത്തിന് നേരെ ഗൗരവമായ സംശയങ്ങളാണ് സുപ്രീം കോടതി ഉയർത്തിയിരിക്കുന്നത്. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം അനുസരിച്ചുള്ള പരാതിയിൽ നടപടി ആരംഭിച്ച ശേഷം കുറ്റാരോപിതരെ നേരിട്ട് അറസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് ഇഡിക്ക് കോടതി വിലക്കേർപ്പെടുത്തി. കോടതിയിൽ എത്തിയവരെ കസ്റ്റഡിയിൽ എടുക്കണമെങ്കിൽ ED അപേക്ഷിക്കേണ്ടതുണ്ട്. എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തി കുറ്റാരോപിതരുടെ കൂടി നിലപാട് അറിഞ്ഞ ശേഷമേ കോടതികൾ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ. കസ്റ്റഡിയിലെ ചോദ്യം ചെയ്യൽ അന്വേഷണ പ്രയാണത്തിൽ ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ടാലേ കസ്റ്റഡി അനുവദിക്കാവൂ എന്നും രണ്ടംഗ ബെഞ്ച് ഉത്തരവിട്ടു. ഡൽഹി മദ്യനയ കേസിലെ അറസ്റ്റ് ചോദ്യം ചെയ്ത് അരവിന്ദ് കെജ്രിവാൾ നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി ഇഡിക്കെതിരെ ചോദ്യങ്ങൾ ഉയർത്തിയതും ശ്രദ്ധേയം. പ്രതി ചേർക്കപ്പെട്ട ആളിന് അനുകൂലമായ തെളിവുകൾ അവഗണിക്കുകയായിരുന്നോ എന്ന് ജസ്റ്റിസ് സഞ്ജീവ് കുമാറും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ചോദിച്ചു. ഒരു സാക്ഷിയുടെ ആദ്യ മൊഴിയിൽ ഡൽഹി മുഖ്യമന്ത്രിക്കെതിരെ കുറ്റാരോപണങ്ങൾ അടങ്ങിയിരുന്നില്ലെന്ന് അടിവരയിട്ട കോടതി മൊഴി ഒഴിവാക്കിയതിനുള്ള കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നും അതിനുള്ള ഉത്തരവാദിത്വമില്ലേ എന്നും ആരാഞ്ഞു. ഇല്ലെന്നായിരുന്നു അഡീഷണൽ സോളിസിറ്റർ ജനറൽ സമ്മതിച്ചത്. ശേഷം ചൂണ്ടയിട്ടെന്ന പോലെ കണ്ടെടുത്ത തെളിവുകൾ അറസ്റ്റിനുള്ള ന്യായീകരണമാക്കുന്നത് ശരിയായ കീഴ്വഴക്കമല്ലെന്നും വ്യക്തമാക്കിയ സുപ്രീം കോടതി PMLA 19 വകുപ്പ് പ്രകാരമുള്ള അറസ്റ്റിൽ വ്യവസ്ഥകൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നത് വിചാരണ കോടതികൾക്ക് പരിശോധിക്കാൻ കഴിയുള്ളൂ എന്ന ED വാദം തള്ളി. ആ സംവിധാനത്തിന്റെ അധികാരങ്ങളെ അത്രത്തോളം വലിച്ചു നീട്ടാൻ സാധിക്കുമോ എന്നും തിരക്കുകയുണ്ടായി. ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.